ഒരു വർഷം കൂടി കഴിഞ്ഞാൽ ഗൾഫിൽ പോകാനിരിക്കെയാണ് അനന്തുവിനെ ഒരു കൂട്ടം നരഭോജികൾ കൊന്നുതള്ളിയത്. അച്ഛനും അമ്മയും അനിയനും മുത്തശ്ശിയും അടങ്ങിയ കുടുംബത്തിന്റെ അത്താണി അച്ഛന്റെ ഓട്ടോ ഓടിച്ചു കിട്ടുന്ന വരുമാനമായിരുന്നു. വലിയ സുഹൃത്ത് വലയമുണ്ടായിരുന്ന അനന്തു ആ നാട്ടിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ക്ഷേത്രോത്സവത്തിനിടെ നടന്ന ചെറിയൊരു തർക്കം അതൊരു അടിപിടിയിൽ കലാശിച്ചപ്പോൾ അക്കൂട്ടത്തിൽ അനന്തുവും ഉണ്ടായിരുന്നു. പറഞ്ഞു തീർക്കാവുന്ന ഈ പ്രശ്നമാണ് അരുംകൊലയിലേക്ക് നയിച്ചത്. വൈകുന്നേരം 5 മണിയോടെ ബൈക്കിൽ വരികയായിരുന്ന അനന്തു ബൈക്ക് നിർത്തി ബേക്കറിയിൽ കയറി. പിന്നാലെ ബൈക്കിലെത്തിയ 3 പേർ ബേക്കറിയിൽ നിന്ന് അനന്തുവിനെ പിടിച്ചിറക്കി ബൈക്കിൽ കയറ്റി കൊണ്ടുപോയി. ചോദിക്കാനെത്തിയ നാട്ടുകാരിൽ ഒരാളോട് കൊലയാളി സംഘം പറഞ്ഞു, ചേട്ടനെതിരെ ഇടപെടേണ്ട, ഉത്സവത്തിനിടെ നടന്ന അടിയുടെ പ്രശ്നമാണ്. നഗരമധ്യത്തിൽ കാടുകയറി കിടക്കുന്ന ഒഴിഞ്ഞ സ്ഥലത്തേക്കാണ് 3 അംഗ സംഘം അനന്തുവിനെ എത്തിച്ചത്. പഴയ പന്നിഫാമിന്റെ അവശേഷിച്ച കെട്ടിടത്തിൽ മദ്യത്തിന്റെയും ലഹരിയുടെയും അകമ്പടിയോടെ 7 പേർ അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു. അനന്തുവിനെ അവിടെ എത്തിച്ച ശേഷം ഈ 10 അംഗ സംഘം അവന് ചുറ്റും കൂടി നിന്ന് കൊടിയ മർദ്ദനം ആരംഭിച്ചു. വടികൊണ്ടടിച്ചു, മുട്ടുകാൽ കയറ്റി, ചുറ്റും കൂടി നിന്ന് ആഞ്ഞു ചവിട്ടി. അങ്ങനെ അതിക്രൂരതയുടെ നിമിഷങ്ങൾ. 10 അംഗ സംഘത്തിനെ കായികമായി നേരിടാനാകാതെ അണ്ണ തല്ലല്ലേ എന്ന് അനന്തു വാവിട്ട് കരഞ്ഞു നിലവിളിച്ചു. ഉപദ്രവിച്ചു മടുക്കുമ്പോൾ സംഘത്തിലെ കുറച്ചുപേർ വിശ്രമിക്കാൻ പോയി. അപ്പോഴും കൈത്തരിപ്പ് തീരാത്തവർ ലഹരിയുടെ ബലത്തിൽ അവന്റെ ദേഹത്ത് വേദനയുടെ കൊടിയ പീഡനങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. 3 മണിക്കൂറോളം മാറിയും തിരിഞ്ഞും അവർ മർദ്ദിച്ചു. ഇപ്പോഴും അനന്തുവിന്റെ ഉയരെടുത്ത ആ കൊലക്കളത്തിൽ അവന്റെ തലയിടിച്ചു പൊട്ടിച്ച ചുവരിൽ രക്തക്കറയുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയോട്ടി തകർന്നതായും സ്ഥിരീകരിച്ചു. ഒടുവിലായിരുന്നു ആ കൊടും ക്രൂരത. ബോധം നശിച്ചു കിടന്ന അനന്തുവിന്റെ കൈയിലെ നരമ്പ് സംഘത്തിലെ ഒരുവൻ അറുത്തെടുത്തു. ചോര വാർന്ന് അവിടെ കിടന്ന അനന്തു മരിച്ചു. അപ്പോഴും തൊട്ടപ്പുറത്തിരുന്ന് ലഹരി നുണഞ്ഞ് മരണം കണ്ടിരിക്കുകയായിരുന്നു ഈ സംഘം. അനന്തുവിന് വേണ്ടി പോലീസും സുഹൃത്തുക്കളും തിരച്ചിൽ നടത്തുന്ന രാത്രി ആ കാട്ടിലേക്ക് പോലീസ് എത്തിയില്ല. പിന്നീട് അനന്തുവിന്റെ മൃതദേഹമാണ് ലഭിച്ചത്. ലോകത്ത് ഒരച്ഛനും ഈ അവസ്ഥ ഉണ്ടാകരുത്. ഒരു മോനെ ഒരച്ഛൻ എങ്ങനെ കാണരുതെന്ന് ആഗ്രഹിക്കുന്നുവോ അങ്ങനെയാണ് ഞാൻ എന്റെ മകനെ കണ്ടത്. അവന്റെ ശരീരത്തിലേക്ക് ഒരിക്കലേ നോക്കിയുള്ളൂ. പിന്നീട് ഞാൻ ബോധം മറഞ്ഞു വീഴുകയായിരുന്നു, അനന്തുവിന്റെ അച്ഛൻ പറയുന്നു. അവന്മാരെ നിങ്ങൾക്ക് കല്ലെറിഞ്ഞു കൊല്ലാമോ? എന്നിട്ട് എന്റെ മുന്നിൽ വാ. ഒരമ്മയോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം അതായിരിക്കും. എന്റെ കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്തവർക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണം. കരയാൻ കണ്ണീര് പോലും ബാക്കിയില്ലാതെ ആ അമ്മ പറയുന്നു. അതേസമയം അനന്തുവിനെ കൊലപ്പെടുത്തിയ എല്ലാ പ്രതികളും പിടിയിലായി. ഒളിവിലായിരുന്ന സുമേഷാണ് ഇന്നലെ പിടിയിലായത്. 14 പ്രതികളാണ് കേസിലുള്ളത്. കേസിന്റെ അന്വേഷണം ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ പ്രതാപൻ നായർക്ക് കൈമാറും. പ്രതികൾക്കെതിരെ SC/ST വിഭാഗത്തിലുള്ളവർക്കെതിരായ അതിക്രമങ്ങൾ ചെറുക്കാനുള്ള വകുപ്പുകൾ ചുമത്തുമെന്ന് ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞു. അന്വേഷണത്തിന് വീഴ്ചകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അനന്തു ഗിരീഷിന്റെ അമ്മ DGPക്ക് പരാതി നൽകിയിരുന്നു. റിമാൻഡിൽ കഴിയുന്ന 5 പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.